അപ്പോൾ ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്ന് വന്നിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2017 മോഡൽ 17 സീറ്റ് സെയിലിനുള്ളൊരു വാഹനമായിട്ടാണ്. അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ കാര്യങ്ങളാണ് നമ്മൾ ഇന്നിവിടെ നോക്കാനായിട്ട് പോണത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ ഒരു ചെറിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ വണ്ടി എന്ന് പറഞ്ഞത് 2017 തമിഴ്നാട് റീയാണ്. നിലവിൽ ഇൻറ്റീരിയലാണെങ്കിലും അതേപോലെ തന്നെ എക്സ്റ്റീരിയർ ആണെങ്കിലും വർക്കുകൾ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇൻറ്റീരിയർ ഭാഗത്തേക്ക് വരുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് അഡീഷണൽ ബെർത്ത് അതേമാതിരി ടോപ്പ് കാര്യങ്ങളൊക്കെ ഗ്ലാസ് ടൈപ്പ് ടോപ്പ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. വണ്ടി വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ AC വാഹനമാണ്. അതേപോലെ തന്നെ എക്സ്റ്റീരിയർ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളായിട്ട്, അതായത് ഇപ്പോഴത്തെ തൃശ്ശൂർ സ്റ്റൈൽ അല്ലെങ്കിൽ ഇപ്പോൾ ഒരുവിധം എല്ലാവിടെയും മെയിനായിട്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഓൾട്ടറേഷൻ കാര്യങ്ങളില്ലാണ്ട് സിമ്പിളായിട്ട് ഇറക്കാണ്. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ ഈ ഒരു വണ്ടി ഇറക്കിയിട്ടുള്ളത്. എക്സ്റ്റീരിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലിയർ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ റെയിൻ ഗാർഡ്, പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് സ്റ്റെപ്പ്, അതുമാതിരി ഫ്രണ്ട് ബമ്പർ സ്കേർട്ട്, മെയിനായിട്ട് ഹെഡ്ലൈറ്റ് കസ്റ്റം ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഫ്രണ്ടിലെ ഗ്രില്ല് കസ്റ്റം ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ സൈഡിൽ സ്റ്റീലിൻ്റെ പൈപ്പ് കാര്യങ്ങളൊക്കെ നിലവിൽ ലോഡ് ചെയ്തിട്ടുണ്ട്. അത്രയ്ക്കാണ് ഈ എക്സ്റ്റീരിയർ ഭാഗത്ത് ചെയ്തിട്ടുള്ള സിമ്പിളായിട്ട് സ്റ്റിക്കർ വർക്കും നല്ല ഒരു എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ ഒരു ക്ലാസ് ലുക്ക് വരുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത്രയ്ക്കും മിനിമലായിട്ട് ഈ വണ്ടിമേ വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെയാണ് നമുക്ക് ഈ ഒരു വണ്ടിയുടെ പ്രൈസ് നല്ല രീതിയിൽ കുറയ്ക്കാനായിട്ട് സാധിച്ചത്. ഈ ഒരു വണ്ടിയുടെ പ്രൈസ് നമ്മൾ ഫൈനൽ റേറ്റ് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 13,85,000 രൂപയാണ്. അപ്പോൾ ഇതിൻ്റെ
പേപ്പർ കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിൽ 2 കൊല്ലത്തേക്ക് ടെസ്റ്റ് ഉണ്ട്. അതേപോലെ തന്നെ 6-ാം മാസം വരെ ഇൻഷുറൻസ് നിലവിലുണ്ട്. മെക്കാനിക് സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓയിൽ കാര്യങ്ങളൊക്കെ ഇപ്പോൾ നിലവിൽ മാറിയിട്ടുള്ളൂ. അതേമാതിരി തന്നെ ഫ്രണ്ട് വീല് കാര്യങ്ങളൊക്കെ അഴിച്ച് 4 വീലും കാര്യങ്ങൾ അഴിച്ച് അതിൻ്റെ ബ്രേക്ക് പാഡ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ടുണ്ട്. അതേമാതിരി ചെറിയ രീതിയിലുള്ള ബുഷുകൾ കാര്യങ്ങളൊക്കെ മാറാണ്ടായത് നിലവിൽ മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു വണ്ടിയുമേ നമുക്ക് ട്രാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മാക്സിമം നമുക്ക് ഈ ഒരു വണ്ടിയുമേ ഫുൾ ഫിനാൻസ് എന്നുള്ള കണ്ടീഷനിൽ നമുക്ക് ഈ ഒരു വണ്ടിയുമേ ഫിനാൻസ് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറ്റും. ആ ഫുൾ ഫിനാൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ മെയിനായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയൊരു ഇൻഷുറൻസ്, അതേമാതിരി ട്രാക്ക് ബാക്കിയുള്ള, അതായത് നല്ല പക്ക ട്രാക്കുള്ളൊരു പാർട്ടിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുമ്പോൾ ഫുൾ ഫിനാൻസ് എന്നുള്ള കണ്ടീഷനിൽ നമുക്ക് ഫിനാൻസ് ചെയ്യാനായിട്ട് പറ്റും. കാരണം വെച്ച് കഴിഞ്ഞാൽ 2017 മോഡലാണ് ഈ ഒരു വണ്ടി വരുന്നത്. നോൺ AC ആണ്. ഇപ്പോൾ AC കയറ്റണമെന്നുണ്ടെങ്കിൽ തന്നെ ഏകദേശം ഒരു 85,000 തൊട്ട് സ്റ്റാർട്ടിങ് AC കാര്യങ്ങളൊക്കെ നിലവിൽ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു AC കാര്യങ്ങളൊക്കെ നിലവിൽ ഇതിന് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാവുന്നതാണ്. അപ്പോഴും ഏകദേശം 13,85,000 എന്നുള്ളത് 1 ലക്ഷം രൂപ AC കണക്കൂട്ടാണെങ്കിലും 14,85,000 ഒരു ഏകദേശം ഒരു 15 ലക്ഷം രൂപയ്ക്ക് 2017 മോഡൽ AC ഉള്ളൊരു വണ്ടി നമ്മുടെ കേരളത്തിൽ ഈ ഒരു കണ്ടീഷനിൽ അല്ലെങ്കിൽ ഈ ഒരു വർക്ക് കാര്യങ്ങളുള്ള ഈ ഒരു ക്വാളിറ്റിയിൽ എന്തിട്ടായാലും വണ്ടി കിട്ടില്ല. അത് നമ്മൾ ഗ്യാരണ്ടിയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര പ്രൈസ് കുറച്ച് കൊടുക്കണതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി വരാൻ പോണ സീസൺ എന്ന് പറഞ്ഞത് സ്കൂളിൻ്റെ വണ്ടികളൊക്കെയാണ്. അപ്പോൾ ഈ ഒരു AC കയറ്റി വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ടൈം ഇത്തിരി കൂടി പിടിക്കും. അപ്പോൾ അത് കാരണം കൊണ്ട് നോൺ ACയിൽ തന്നെ വർക്ക് കാര്യങ്ങളൊക്കെ കഴിച്ച് പെട്ടെന്ന് ഇറക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വണ്ടി ഇങ്ങനെ ഇറക്കിയത്. പിന്നെ അതേപോലെ തന്നെ ഒരുപാട് വണ്ടികൾ ഫുൾ വർക്ക് കാര്യങ്ങളൊക്കെ നിലവിൽ ചെയ്യാറുണ്ട്. അപ്പോൾ അതിന് പകരമായിട്ട് ഒരു സിമ്പിളായിട്ട്, അതായത് പ്രൈസ് എങ്ങനെ ചെറിയ രീതിയിലൊക്കെ കുറയ്ക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതേമാതിരി തന്നെ ഈ ഒരു വണ്ടിമേ കുറച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പ്രൈസ് പറഞ്ഞിട്ടത്. പിന്നെ കൂടുതൽ വിവരങ്ങൾ കാര്യങ്ങൾ അറിയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഇത്രയ്ക്കുള്ള നമ്മുടെ ഈ ഒരു ചെറിയൊരു വീഡിയോ എന്ന് പറഞ്ഞത്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഡിസ്ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് അറിയിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.